അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്ത്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാർ, പ്രപഞ്ച സ്രഷ്ടാവും കരുണാവാരിധിയുമായ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബ് വസന്തം ഒരു പുതിയ ലോകത്തിന്റെ പിറവിയാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സന്ദേശ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ചവന്റെ നാമത്തിൽ നിർവഹിച്ചതായി ഞാൻ വളരെ സന്തോഷപൂർവം നിങ്ങളെ അറിയിക്കുകയാണ്. പുതിയ ഒരു പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞു. നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ കിഴക്ക് വെള്ളകീറി തുടങ്ങി. സൂര്യോദയം വളരെ സമീപസ്ഥമാണ് എന്നതിന്റെ സൂചനയാണ് കിഴക്ക് വെള്ളകീറുന്നത്. ലോകത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഏതൊരാൾക്കും പുതിയ പ്രഭാതം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഷേഖ് യൂസുഫുൽ ഖർദാവിക്ക് വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്. ഉമ്മത്തുന ബൈന ഖർനൈൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നമ്മുടെ സമൂഹം, സമുദായം 2 നൂറ്റാണ്ടുകൾക്കിടയിൽ എന്നാണ് അതിന് പരിഭാഷപ്പെടുത്താൻ കഴിയുക. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ മനുഷ്യ ചരിത്രത്തെ വളരെ സംക്ഷിപ്തമായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ലോകത്ത് മനുഷ്യ ചരിത്രം മാറി മാറി സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ചിലപ്പോൾ ലോകത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ നേതൃത്വം പാശ്ചാത്യരുടെ കയ്യിൽ വരും. മറ്റു ചിലപ്പോൾ അത് പൗരസ്ത്യരുടെ കൈകളിലേക്ക് നീങ്ങും. വീണ്ടും അത് പാശ്ചാത്യരുടെ കൈയിലേക്ക് തിരിച്ചു വരും. പിന്നെ പൗരസ്ത്യരുടെ കൈകളിലേക്ക് നീങ്ങും. ഇങ്ങനെ പരസ്പരം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ചരിത്രവും കൂടിയാണ് മനുഷ്യ നാഗരികതയുടെ ചരിത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. വതിൽക്കൽ അയ്യാം നുദാവിലുഹാ ബൈനന്നാസ്, ആ ദിവസങ്ങൾ നാം ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഖുർആനിക വചനവും ഇതിനുപോൽബലകമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് എന്ന് നിർണായകമായ സന്ദർഭത്തിൽ ഖുർആൻ നൽകുന്ന ആശ്വാസവചനവും ഇതിന്റെ ഒരു അനുബന്ധം എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്തു ചേർക്കുന്നുണ്ട്. ഏതാണ്ട് അരസഹസ്രാബ്ദക്കാലം പാശ്ചാത്യരുടെ ആധിപത്യത്തിലായിരുന്നു ഈ ഭൂമി, മനുഷ്യലോകം ഉണ്ടായിരുന്നത്. ഈ പാശ്ചാത്യരുടെ ആധിപത്യം എക്കാലവും നിലനിൽക്കും എന്ന് നാം വിചാരിക്കുന്നില്ല. ഇതിന് ഒരറുതിയുണ്ടാകും.
ആ അറുതി കുറിക്കുന്നത് ആരായിരിക്കും, എവിടെ വെച്ചായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കുവാൻ സാധ്യമല്ല. അറബ് വസന്തം വിരിയുന്നത് കാണുമ്പോൾ ലോകത്തിന്റെ ദിശ മാറി വരികയാണോ എന്നുള്ള സൂചന എന്ന സംശയം നമ്മുടെ ഉള്ളിൽ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അറബ് വസന്തം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ ദശാബ്ദങ്ങളോളം പാരമ്പര്യമുള്ള എല്ലാ വിധേനയും ജനങ്ങളെ അടിച്ചമർത്തിയിരുന്ന 3 ഭരണകൂടങ്ങൾ നിലംപതിച്ചു കഴിഞ്ഞു. ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, വ്യക്തികളെന്നുള്ള നിലയ്ക്കും ഏകാധിപതികളെന്ന നിലയ്ക്കും വലിയ വടവൃക്ഷങ്ങളായിരുന്നു അവ. അവയിൽ ഖദ്ദാഫിയുണ്ട്. സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമരം നയിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തു വന്ന ഖദ്ദാഫി അറേബ്യൻ ദേശീയതയുടെയും ചിലപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെയും വേറെ ചിലപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും അധിപനെന്ന് വിശേഷിപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ട ഖദ്ദാഫി ലോകത്തെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരോധികളുടെ മനസ്സിൽ ആഹ്ലാദവും ആവേശവുമായി ഒരു ഘട്ടത്തിൽ പടഞ്ഞു നിന്ന ഖദ്ദാഫി എന്നാൽ സ്വയം ഏകാധിപത്യത്തിന്റെ ചഷകം മോന്തിക്കുടിക്കുകയും അതിൽ നിലം വിട്ടുപോവുകയും സ്വന്തം ജനതയെ അടിച്ചമർത്തി തരിശാക്കുകയും സ്വന്തം ജനതയെ അവരിലെ ഓരോ ചലനങ്ങളെയും പേടിച്ച് അടിച്ചമർത്തുകയും ചെയ്ത ഖദ്ദാഫി അങ്ങനെ മറിഞ്ഞു വീണ വടവൃക്ഷങ്ങളിൽ ഒന്നാണ്. ഹുസ്നി മുബാറക് ജനാധിപത്യവാദികളെയും ഇസ്ലാമിസ്റ്റുകളെയും നിരന്തരമായി വേട്ടയാടി നശിപ്പിക്കാൻ ശ്രമിച്ച ഹുസ്നി മുബാറക് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ ജോലിയും അദ്ദേഹം നിർവഹിച്ചത്. തുനീഷ്യയിലെ ബിൻ അലിയുണ്ട്. വസന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രകടനങ്ങൾ, വിപ്ലവങ്ങൾ, സമരങ്ങൾ, പോരാട്ടങ്ങൾ ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും സാമ്രാജ്യത്വ ശക്തികളുടെ ഉപകരണങ്ങളായ 3 വടവൃക്ഷങ്ങൾ തീർത്തും നിലം പൊത്തിക്കഴിഞ്ഞു. ഇനിയും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർ എപ്പോൾ തകർന്നു വീഴും എന്ന കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല. അറബ് മുസ്ലിം നേതാക്കന്മാരെല്ലാം ഭയവിഹ്വലരാണ്. അറബ് ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ വസന്തത്തിന്റെ അനുരണനങ്ങൾ. ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബ് വസന്തം എന്ന പേരിലറിയപ്പെടുന്ന വിപ്ലവ ശബ്ദം അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മാറ്റൊലികൾ സൃഷ്ടിക്കുകയാണ്. ഒരേ പാറ്റേണിലുള്ള വിപ്ലവ ശ്രമങ്ങൾ അമേരിക്കൻ തെരുവീഥികളിലും യൂറോപ്പിലും ഇന്ത്യയിലും വരെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നാം പറയുന്നത് അറബ് വസന്തം എന്നത് ഒരു താൽക്കാലികമായ പ്രതിഭാസമല്ല, ഒരു പുതുയുഗത്തിന്റെ പിറവിയാണ്.
വിപ്ലവത്തിന്റെ ഗതി മാറുന്നതിന്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളെ ശരിയാവിധം വിലയിരുത്തുവാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. എന്തൊക്കെയാണ് അറബ് വസന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവത്തിന്റെ സവിശേഷതകൾ? അതിന്റെ ഒന്നാമത്തെ സവിശേഷത അത് അഹിംസയിൽ ഊന്നി നിൽക്കുന്നു എന്നുള്ളതാണ്. 2 ദശാബ്ദക്കാലം പ്രവാസിയായി നിന്നുകൊണ്ട് തുനീഷ്യയിലെ വിപ്ലവത്തിന് ധാർമ്മികമായ നേതൃത്വം നൽകിയ റനൂസി പത്രക്കാരോട് പറയുന്നു, എനിക്ക് ഗാന്ധിജിയെ കുറിച്ച് മതിപ്പാണ്. ഗാന്ധിജി വിഭാവന ചെയ്തിട്ടുള്ള സമാധാനപരമായ അഹിംസാത്മകമായിട്ടുള്ള സമരങ്ങളോട് എനിക്ക് മതിപ്പാണ്. സെൻഹായിലെ നീല ടാർപോളിനുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ടെന്റുകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് വിഷ്വൽ മീഡിയയുടെ ആളുകളോട് നൊബേൽ സമ്മാനത്തിന് അർഹയായിട്ടുള്ള തവക്കുൽ സംസാരിക്കുന്നു. ഞാൻ ഗാന്ധിജിയിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അഹിംസ എന്ന രക്തരഹിത വിപ്ലവം എന്ന ഏറ്റവും വലിയ ഒരു സവിശേഷത ഈ വിപ്ലവത്തിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ലിബിയയിലും സിറിയയിലും അല്പം വ്യത്യസ്തമാണ് അവസ്ഥ. ആ വ്യത്യസ്തമായ അവസ്ഥയുടെ കാരണം എന്താണ്? 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ ഇത് അവിടുത്തെ ഭരണാധികാരികൾ വിപ്ലവ പ്രവർത്തനങ്ങളെ നേരിടുന്നതിനു വേണ്ടി തികച്ചും ഹിംസയുടേതായ മാർഗം അവലംബിക്കുന്നു. രണ്ടാമത്തെ കാരണം പ്രത്യേകിച്ചും ലിബിയയിൽ അവിടുത്തെ ജനകീയ വിപ്ലവത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകളും അവരുടെ പങ്കാളിത്തവും ഉണ്ടാകുന്നു. അഹിംസയിൽ അധിഷ്ഠിതമായ സമരത്തെ ഹിംസാത്മകമായ ശൈലിയിലേക്ക് നയിക്കുന്നതിന് അവർ കൂടി കാരണമാകുന്നു എന്നുള്ളതാണ്. ഈ അപവാദങ്ങൾ മാറ്റിവെച്ചാൽ അഹിംസയാണ് ഈ വിപ്ലവത്തിന്റെ പൊതുവായ ബോധം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം, ഈ വിപ്ലവത്തിന്റെ ഏറ്റവും ശക്തമായ പ്രചോദനങ്ങളിലൊന്ന് ഇസ്ലാമാണ് എന്നുള്ളതാണ്. ഇസ്ലാമും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമാണ് ഈ വിപ്ലവത്തിന്റെ പ്രചോദനമായി വർത്തിക്കുന്നത്. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുമ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു വിപ്ലവം നയിക്കുവാൻ വിപ്ലവകാരികൾക്ക് സാധ്യമാകുന്നു എന്നുള്ളത് പാശ്ചാത്യ ലോകത്തിന്റെ, വിശേഷിച്ച് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു നുണയെയാണ് ആ വസ്തുത കെടുത്തിക്കളയുന്നത്, നശിപ്പിച്ചു കളയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പാശ്ചാത്യർ, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി ലോകത്ത് പ്രചരിപ്പിച്ചിരുന്നത് ഈ ഏകാധിപതികൾക്കുള്ള പിന്തുണ പിൻവലിക്കുന്ന പക്ഷം ഈ ഏകാധിപതികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെതായ അത്യന്തം ഹിംസാത്മകമായ, അത്യന്തം വൃത്തികെട്ട തീവ്രവാദവും ഭീകരവാദവും ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഹിംസയെയും മറച്ചുവെക്കണമെങ്കിലും അതിനെ നശിപ്പിക്കണമെങ്കിലും അതിനുപരിയായ ആധിപത്യം വാഴണമെങ്കിലും ഈ ഏകാധിപതികൾ അവിടെ വേണം എന്നുള്ളതായിരുന്നു. ഈ ഏകാധിപത്യത്തിന്റെ പുറന്തോട് പൊട്ടുന്നതോടുകൂടി പുറത്തേക്ക് വരുന്നത് തീവ്രവാദമല്ല, ഭീകരവാദമല്ല, ഹിംസയല്ല, ആളുകളെ തലയെടുക്കലല്ല, മറിച്ച് പുറത്തേക്ക് വരുന്നത്
സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെതായ സന്ദേശമാണ് എന്നുള്ളതാണ് ഈ വിപ്ലവം നൽകുന്ന ഏറ്റവും വലിയ ശുഭ സൂചന എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ വിപ്ലവം അഹിംസാ സ്വഭാവത്തിൽ നടക്കുന്നു എന്ന് മാത്രമല്ല, സമാധാനപരമായി നടക്കുന്നു എന്ന് മാത്രമല്ല, എവിടെയൊക്കെ ഏകാധിപതികൾ മറിഞ്ഞു വീഴുകയും ആ ഏകാധിപത്യത്തിനകത്തു നിന്ന് വിപ്ലവത്തിന്റെ തിളച്ച ജ്വാലകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വമാണ്. 2-3 മില്യൺ ജനങ്ങളോടാണ് യൂസുഫുൽ ഖർളാവി സംസാരിച്ചത്, തഹരീർ സ്ക്വയറിൽ വെച്ച് സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകളോടല്ല അദ്ദേഹത്തിന്റെ സംസാരം, മുസ്ലിങ്ങളോടല്ല അദ്ദേഹത്തിന്റെ സംസാരം. അദ്ദേഹത്തിന്റെ സംസാരം മുഴുവൻ മനുഷ്യരോടുമാണ്. മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ സംസാരം കേട്ടുകൊണ്ട് തക്ബീർ മുഴക്കുവാൻ മുസ്ലിങ്ങൾ, അവരിലെ ഇസ്ലാമിസ്റ്റുകൾ ഉള്ളതോടൊപ്പം തന്നെ അതിന് കൈയടിക്കുവാൻ ക്രൈസ്തവരും ജൂതരിൽ ഒരു വിഭാഗം ആളുകൾ പോലുമുണ്ട്. സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവർ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടിയുള്ള രാഷ്ട്രത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. രാജ്യത്തിന് ഒരു സാംസ്കാരിക നയം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും സാംസ്കാരികമായ അസ്തിത്വത്തിന് പ്രാധാന്യം നൽകുന്ന, നിലനിന്നു പോകാൻ അവസരം നൽകുന്ന ഒരു സാംസ്കാരിക നയത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇത് ഈജിപ്തിൽ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്, ടുണീഷ്യയിലും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. 2011 ഒക്ടോബർ 15 ദി എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന വാരികയിൽ, പ്രഗത്ഭമായ ഒരു ഇംഗ്ലീഷ് വാരികയാണ്, ആ വാരികയിൽ ഒരു വാർത്ത അച്ചടിച്ചു വന്നു. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, റാഷിദ് ഖനൂഷി എന്ന അന്നഹദയുടെ നായകൻ അധികാരത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെ മുഴുവൻ തുറുങ്കിലടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ സ്ത്രീ വിമോചനത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ വധിച്ച് അവരുടെ ജഡം തെരുവുകളിൽ കെട്ടിത്തൂക്കും എന്ന് ആ വാരിക വാർത്തയും ലേഖനവും ചമക്കുകയുണ്ടായി. ആരാണ് റാഷിദ് ഖനൂഷി എന്ന് നമുക്കറിയാം. എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ അൽ ജാമിയ അൽ ഇസ്ലാമിയ എന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സനദ്കാല ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. ആ സനദ്കാല ചടങ്ങിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് സനദ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ അവരുടെ സർട്ടിഫിക്കറ്റും അവരുടെ സ്ഥാനവസ്ത്രങ്ങളും സ്വീകരിച്ചു. ലിസ്റ്റ് വായിച്ച കൂട്ടത്തിൽ വണ്ടൂർ വനിതാ ഇസ്ലാമിയ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളെ കുറിച്ചുമുള്ള ലിസ്റ്റ് അവിടെ വായിച്ചിരുന്നു. സനദ്ദാന പരിപാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇവിടെ വെച്ച് സനദ് നൽകിയില്ല? നിങ്ങൾ വേദിയിൽ വെച്ച് ആൺകുട്ടികളെ ആദരിച്ചപ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികളെ ആദരിച്ചില്ല? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവർ മറ്റൊരു ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്, അവർക്ക് അവിടെ വെച്ചുള്ള ഒരു പരിപാടിയിലായിരിക്കും അത് നൽകുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം സംതൃപ്തനായില്ല.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ റാലികളിലും ഞങ്ങളുടെ പ്രകടനങ്ങളിലും സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വനിതകളെ ഉപയോഗപ്പെടുത്തുന്നു, പക്ഷെ വനിതകളെ ആദരിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ ആദരിക്കുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, യാരി, നിന്നോട് പടച്ചവൻ ചോദിക്കും, അദ്ദേഹത്തിന്റെ വാക്കാണ്, ആദരിക്കപ്പെടേണ്ടുന്ന ഒരു സന്ദർഭം ഒരു പെൺകുട്ടിക്ക് എന്തിനാണ് തടയപ്പെട്ടത് എന്ന് നിന്നോട് പടച്ചവൻ ചോദിക്കും എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. വ്യക്തിപരമായി അദ്ദേഹത്തെക്കുറിച്ചാണ് വനിതകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുമെന്നും വനിതാ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതിന് നെടുതായ രക്തം വഹിക്കുന്ന വ്യക്തികളെ, വനിതകളെ കൊന്നുകൊണ്ട് തെരുവുകളിൽ കെട്ടിത്തൂക്കുമെന്നും ആ ഇംഗ്ലീഷ് വാരിക താക്കീത് നൽകിയത്. റാഷിദ് ഖനോഷി തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ നയമെന്തായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് ശേഷം തൊട്ടടുത്ത ആഴ്ച അതേ വാരിക തന്നെ ആ ആശയം തിരുത്തുക മാത്രമല്ല, റാഷിദ് ഖനോഷിയെ സംബന്ധിച്ചും അന്നഹ്ദ എന്ന സംഘടനയെ സംബന്ധിച്ചും തെറ്റായിട്ടുള്ള വാർത്തയും ലേഖനവും പ്രസിദ്ധീകരിച്ചതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒട്ടും മോശമല്ലാത്ത പ്രസ്താവന അവർ പത്രത്തിൽ അച്ചടിക്കുക കൂടി ചെയ്തു എന്ന് നാം മനസ്സിലാക്കാം. വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ് സ്ട്രാറ്റജി ഓഫ് ടെൻഷൻ എന്ന് പറയാറുണ്ട്. ഭരണാധികാരികൾ എപ്പോഴും സ്വീകരിക്കുന്ന സ്ട്രാറ്റജിയാണ് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി. അത് ആളുകളെ ഭിന്നിപ്പിക്കുക. ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് ഫറോവയുടെ മാർഗമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങളെ ഒരു വിഭാഗത്തെ നിന്ദിതരാക്കി മാറ്റുക, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിൽക്കുക, അവരെക്കുറിച്ചുള്ള വളരെ മോശമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, അവരെക്കുറിച്ച് പറഞ്ഞ് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുക. ആ ഭിന്നിപ്പിക്കലിന്റെയും ആ ഭയപ്പെടുത്തലിന്റെയും ആ ബേജാറാക്കലിന്റെയും ബലത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എക്കാലത്തും ഏകാധിപതികളുടെ തന്ത്രമായിരുന്നു എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ചരിത്രം പഠിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. ആധുനിക സാമ്രാജ്യത്തെ ശക്തികളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഇസ്ലാം എന്നാൽ തീവ്രവാദമാണെന്നും ഇസ്ലാമിക സമൂഹത്തിന് ഒരു സംസ്കൃത സമൂഹത്തിൽ, പുരോഗമിച്ച സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രയോജനാത്മകമായും സർഗാത്മകമായും ഇടപെടാൻ സാധ്യമാവുകയില്ല എന്നുമുള്ള ഏറ്റവും ശക്തമായ ഒരു നുണ അവർ പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചരിപ്പിച്ച നുണ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതായിട്ട്, അതണഞ്ഞു പോകുന്നതായിട്ടാണ് അറബ് വസന്തം നമ്മുടെ മുമ്പാകെ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നേരത്തെയൊക്കെ സെക്യുലറിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചർച്ച സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സംഘങ്ങളെയും ഉൾപ്പെടുത്താമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരുപാട് തിസീസുകൾ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം തിസീസുകൾ അവതരിപ്പിക്കപ്പെട്ട ലോകങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രദേശം. സാമ്രാജ്യത്വ വിരുദ്ധ സമരവും ഏകാധിപത്യ വിരുദ്ധ സമരവും സോഷ്യലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും സെക്കുലറിസ്റ്റുകൾ
അൾട്രാ സെക്യുലറിസ്റ്റുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മതം ഉള്ളിൽ വെക്കുകയോ മതം വിശ്വസിക്കുകയോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയോ മതം പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവർക്ക് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കാളികളാകാനുള്ള അർഹതയില്ല എന്നുള്ളതായിരുന്നു പൊതുവിൽ ലോകത്ത് സാമ്രാജ്യത്വ ശക്തികളിൽ വിരുദ്ധ ശക്തികളിൽ ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിന്റേതായ സാമൂഹ്യ സങ്കല്പത്തെയോ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സങ്കല്പത്തെയോ സ്വയം ഉൾക്കൊള്ളുകയും ആ സാമൂഹ്യ രാഷ്ട്രീയ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം പ്രവർത്തന രീതികളെ കെട്ടിപ്പടുക്കുകയും ആ പ്രവർത്തന രീതികളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുകയും ചെയ്യുന്ന ശക്തികളുണ്ട്. സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്നാണ് ആ പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തുവാൻ സാധിക്കുക. ആ സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ശത്രുക്കൾ നൽകിയിട്ടുള്ള പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത്, അഥവാ രാഷ്ട്രീയ ഇസ്ലാം. രാഷ്ട്രീയ ഇസ്ലാം എന്ന മുദ്ര ചാർത്തപ്പെട്ട മൂടി അണിയിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്ഥാനമാണെങ്കിൽ ആ പ്രസ്ഥാനത്തിന് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കാളികളായിക്കൂടാ, ഏകാധിപത്യ വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കാളികളായിക്കൂടാ. അത്തരം പോരാട്ടങ്ങളെ മലിനീകരിക്കാനും അത്തരം പോരാട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനും മാത്രമേ ഇവർക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ള തിസീസുകൾ തകർന്നടിയുന്നതും പരാജയപ്പെടുന്നതുമാണ് നമുക്ക് ഈ അറബ് വസന്ത വിപ്ലവങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. വിപ്ലവത്തിന്റെ ചാലക ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ ഇസ്ലാമിസ്റ്റ് സംഘടനകളാണ് എന്ന് വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ ഇസ്ലാമിസ്റ്റ് ശക്തികൾ വിപ്ലവത്തെ ഒരു ഏകവചനമായി കാണുവാൻ ഇഷ്ടപ്പെടുന്നില്ല. വിപ്ലവത്തെ അവർ ബഹുത്വത്തോടുകൂടി തന്നെയാണ് സമീപിക്കുന്നത്. സാമ്രാജ്യത്വത്തെ കടപിഴക്കുവാൻ, ഏകാധിപത്യത്തെ കടപിഴക്കുവാൻ നമുക്ക് കൈകോർക്കാം എന്നുള്ളതാണ് അവരുടെ സന്ദേശം. ആധുനിക സമൂഹത്തോട് ഇടപഴകാനും പുരോഗമനാത്മകമായി മുന്നോട്ട് പോകുവാനുമുള്ള അവരുടെ ത്രാണി അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരോട് സഹകരിക്കുവാൻ ലോകത്തെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റുകളും സെക്യുലറിസ്റ്റുകളും ജനാധിപത്യവാദികളും സന്നദ്ധരായിട്ടുണ്ട്. അവരോട് ഈ ജനാധിപത്യവാദികളോടും സെക്യുലറിസ്റ്റുകളോടും വിശാലത കാണിച്ചുകൊണ്ട് തങ്ങളുടേതായ ആദർശ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നയപരമായിട്ടുള്ള വികാസമാർജിക്കുവാൻ ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും സാധ്യമായിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന നയപരമായിട്ടുള്ള ഈ വികാസവും സെക്യുലറിസ്റ്റ്, ജനാധിപത്യ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ വിശാലതയുമാണ് സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ സൂചന എന്ന് വിശദീകരിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിൽ നിന്നാണ് നാം പാഠം പഠിക്കേണ്ടത്. ചില ആളുകൾ പറയുന്നു താൽക്കാലികമായ ഒരു സംഭവമാണിത്. ചില ഫേസ്ബുക്കുകളിൽ നിന്നും ചില സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിൽ നിന്നും ചില കൂട്ടായ്മകളിൽ നിന്നും ഓർക്കൂട്ടിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു വിപ്ലവമാണിത്. അത് ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് രാവിലെ കാണുന്ന ഈയാമ്പാറ്റകളെ പോലെ ക്ഷണികമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർ കാര്യങ്ങളെ ഉപരിപ്ലവമായി മാത്രം വിലയിരുത്തുന്നവരാണ്. യഥാർത്ഥത്തിൽ സംഭവം അങ്ങനെയല്ല. എന്നാണോ ഇപ്പോൾ കടപിഴക്കപ്പെട്ട ഏകാധിപത്യ ശക്തികൾ അവരുടെ നാടുകളിൽ ആധിപത്യം ഉറപ്പിച്ചത്, അതിനു മുമ്പ് തന്നെ ദൈവത്തിന്റെ ഒരു നിയോഗം എന്ന പോലെ അവിടങ്ങളിൽ അതിനെതിരായിട്ടുള്ള വിത്തും പാകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ധാരാളം മനുഷ്യജീവൻ ഈ ഏകാധിപത്യ
ജനാധിപത്യത്തിന്റെ മുമ്പിൽ ഹോമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഷഹീദ് ഹസനുൽ ബന്ന ഈജിപ്തിന്റെ തെരുവിൽ അറുകൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷഹീദ് സയ്യിദ് ഖുത്ബ് കിങ്കരന്മാരാൽ തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട്. സൈനബുൽ ഗദ്ദാരിയുടെ ജയിലനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ ആ ത്യാഗത്തിന്റെ തീച്ചൂള എത്രമാത്രം കൊടിയതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിരവധി മനുഷ്യജീവനുകൾ ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി സമ്പത്ത് ചുട്ടുകാമ്പലാക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ യൂസുഫുൽ ഖർളാവിയും റാഷിദ് വനൂഷിയും അടക്കമുള്ള ആളുകൾ ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിപ്രവാസ ജീവിതത്തിൽ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവർ ഉന്മോചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ നാടുനേരെ സഞ്ചരിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. മുസ്ലിം കുടുംബങ്ങളിലെ മാതാക്കൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവർ സ്വന്തം മക്കളുടെ ചുണ്ടുകളിൽ ചായം പുരട്ടി, അവരുടെ കണ്ണുകളിൽ കറുപ്പെഴുതി, അവരുടെ കവിളുകളിൽ കറുത്ത പൊട്ട് തൊട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നില്ല. അവർ കുഞ്ഞുങ്ങൾക്ക് അമ്മിന്റെ പാൽ എത്തരത്തിലാണോ നൽകിയിട്ടുള്ളത്, സാമ്രാജ്യത്വ വിരുദ്ധവും ഏകാധിപത്യ വിരുദ്ധവുമായ കാഴ്ചപ്പാടുകൾ സ്വന്തം വിശ്വാസ ദർശനങ്ങളിൽ ഊന്നിക്കൊണ്ട് പുതിയ തലമുറകളിലേക്ക് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം അവർ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി ഈടുവപ്പുകളുള്ള, നിരവധി ഇൻവെസ്റ്റ്മെന്റുള്ള ഒരു വിപ്ലവമാണ് അറബ് വിപ്ലവം എന്ന് പറയുന്നത്. അത് ക്ഷണികമോ ഉപരിപ്ലവമോ അല്ല. അത് ആഴമുള്ളതും ദീർഘകാലം നിലനിൽക്കാൻ ശേഷിയുള്ളതും ഈടുറ്റതുമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. മനുഷ്യനെ വിമോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യ വിമോചനം സ്വപ്നം കാണുന്ന ആളുകൾക്ക്, അവർ അറബ് ലോകത്തുള്ളവരാണെങ്കിലും അവർ യൂറോപ്യൻ സമൂഹങ്ങളിൽപ്പെട്ടവരാണെങ്കിലും അവർ പൗരസ്ത്യ ദേശത്തുപെട്ടവരാണെങ്കിലും ആർക്കും ഇസ്ലാമിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി എൻഗേജ് ചെയ്യാവുന്നതാണ്. ആ പ്രസ്ഥാനങ്ങൾക്ക് മറ്റുള്ളവരുമായും എൻഗേജ് ചെയ്യാവുന്നതാണ് എന്നുള്ള സന്ദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എത്തിക്കേണ്ടുന്ന ഒരു സന്ദേശം തന്നെയാണ്. അമേരിക്ക ഉയർത്തിപ്പിടിച്ച, അമേരിക്ക ഇതുവരെ ജീവിക്കുവാൻ ആസ്വദിച്ചു പോന്നിട്ടുള്ള ഇസ്ലാം ഫോബിയ എന്ന കരുന്നുണ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതോടുകൂടി പുതിയ ഒരു വെളിച്ചവും പുതിയ പ്രകാശവും നമുക്ക് ചുറ്റും പരക്കുകയാണ് ചെയ്യുന്നത്. ഈ പരക്കുന്ന പ്രകാശത്തെ സ്വയം ഉൾക്കൊള്ളുവാനും ആ പ്രകാശത്തെ ലോകത്തേക്ക് പ്രസരിപ്പിക്കുവാനുമുള്ള ശേഷി നമ്മുടെ യുവാക്കൾക്കുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾ ഏറ്റവും ശക്തരായ യുവാക്കളാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ചൈനയിൽ വെറും 18% 14 വയസ്സിന് താഴെയുള്ളവരെങ്കിൽ ഇന്ത്യയിൽ 14 വയസ്സിന് താഴെയുള്ള അവർ 30% വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 30% യുവാക്കൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ വസന്തം ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം നമ്മുടെ രാജ്യത്തും നമുക്ക് കണ്ടെത്താൻ കഴിയും. ജനാധിപത്യം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നാം നമ്മുടെ കരങ്ങളാണ് രാജ്യം ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ രാജ്യത്തും അഴിമതിയും സ്വജനപക്ഷപാതിത്വവും എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്കറിയാം. അതിനെതിരെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യുവാക്കൾ പോലും തെരുവുകളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് പോലും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അധികകാലം നിലനിൽക്കുവാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന.
ഈ സന്ദേശവും യഥാവിധി ഉൾക്കൊള്ളുവാനും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.